بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റമദാൻ 3 കിതാബ് ഇഹ്യാ ഉലൂമുദ്ദീനിലെ തുടർച്ചയായ ക്ലാസ്സുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ ഒരു വലിയ പരിശുദ്ധമായ നല്ലൊരു അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഹാപ്പി സോൺ ട്രെയിനിങ് സെന്ററുകളുടെ ഒരു സംരംഭമായിട്ടാണ് റമദാനിൽ ഈ ഒരു വൈജ്ഞാനികമായ സദുദ്യമം നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6:30 ഇഹ്യാ ഉലൂമുദ്ദീനിന്റെയും ഉച്ചക്ക് 1:30 മണിക്ക് 1:30 ഓരോ വിഷയ സംബന്ധിയായ ഒരു ക്ലാസ്സും എല്ലാ ദിവസവും നടക്കും. അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളവർക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കുക കൂടെ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കും. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് കാണിക്കുന്ന ഹക്കുകൾ, ആ ഹക്കുകളെ കുറിച്ച് പറയുന്നതിൽ പറയാണ് വമിൻഹ, ആ ഹുക്കൂക്കുകളിൽ പെട്ടതാണ് കുല്ലി മുസ്ലിമിൻ വലാ യതകബ്ബറ അലൈഹി, എല്ലാവരോടും വിനയം കാണിക്കുക, ആരോടും അഹങ്കാരം കാണിക്കാതിരിക്കുക. ഫഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഈ അഹങ്കാരം കാണിക്കുന്നത്, പ്രൗഢി കാണിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. മറ്റൊരാളുടെ മേൽക്കോയ്മ കാണിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല വഖാ ഇലയ്യ അൻ തവാളഉ ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഹയി നൽകിയിരിക്കുന്നു, സന്ദേശം നൽകിയിരിക്കുന്നു, നിങ്ങൾ പരസ്പരം വിനയം കാണിക്കണം, ആരും ഒരാൾക്ക് നേരെ പവർ നടിക്കുന്നത് പാടില്ല. ആരെങ്കിലും അങ്ങനെ ഒരു പവർ കാണിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഫൈറ്റിന് പോകണ്ട, ഒരു കലഹത്തിന് പോകണ്ട, അതങ്ങ് പുറത്തു കൊടുത്ത് ഒഴിവാക്കി വിട്ടുകള. قال الله تعالى لنبيه صلى الله عليه وسلم خذ العفو وأمر بالعرف وأعرض عن الجاهلين. എപ്പോഴും അഫ്വ് കൈക്കൊള്ളുക, ഫോർഗിവ് ചെയ്യുക, പുറത്തു കൊടുക്കുക. വഅ്മുർ ബിൽ ഉർഫ്, നല്ല കാര്യങ്ങൾ നിർദ്ദേശിക്കാം. വഅഅരിദ് അനിൽ ജാഹിലീൻ, വിവരക്കേടുള്ളവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോ പതുക്കെ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യുക, ഒഴിവായി കളയുക, അതിന്റെ പിന്നാലെ കൂടണ്ട. സൂറത്തുൽ അഅറാഫ്. വഅൻ ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ യതവാദഉ ലികുല്ലി മുസ്ലിമിൻ, എല്ലാരോടും വിനയം കാണിക്കും. വലാ യഅനഫു, ആരോടും രൂക്ഷമായി പെരുമാറൂല. വലാ യതകബ്ബറു, ഒരാളോടും അഹങ്കാരം കാണിക്കാറില്ല. അയ്യംശിയ മഅൽ അർമലതി വൽ മിസ്കീനി ഫയഖ്ദി ഹാജതഹു, ഏതെങ്കിലും വിധവയോ പാവപ്പെട്ടവരോ ആയ ഒരാൾ വന്നാൽ അവരെ കൂടെ നടക്കാൻ നബിതങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. ഫയഖ്ദി ഹാജതഹു, അവരാവശ്യം നിർവഹിച്ചു കൊടുക്കും. അതായത് പാവപ്പെട്ട ഒരാൾ വന്നാൽ അവരെ അവഗണിക്കാതെ അവരെ കൂടെ നടന്ന് അവർ പറയുന്നത് കേട്ട് അവരാവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ നബിതങ്ങൾ തയ്യാറാകാറുണ്ടായിരുന്നു. അടുത്ത ഹക്ക് വമിൻഹ, ആ ഹുക്കൂക്കുകളിൽ പെട്ടതാണ് അല്ലാ യസ്മഅ ബലാഗാത്തിൻ നാസി ബഅദുഹും അലാ ബഅദ്, ചിലരെ കുറിച്ച് പലതും വന്ന് പറയും, അതെല്ലാം കേൾക്കാൻ പോകരുത്, അതെല്ലാം സ്വീകരിക്കുകയോ കേൾക്കുകയോ ചെയ്യാൻ നിൽക്കരുത്. അത് നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. വലാ യുബല്ലിഗു ബഅദുഹും മാ യസ്മഉ മിൻ ബഅദ്, ചിലര് പറഞ്ഞത് മറ്റൊരാളോട് പോയി പറയുകയും ചെയ്യരുത്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ, ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്നതാണ് ഏഷണി. അങ്ങനെ ഏഷണി നടത്തുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരാൾ പറഞ്ഞാൽ അത് മറ്റൊരാളോട് പോയി പറയണ്ട, അതവിടെ വിട്ടുകള, അത് ഒഴിവാക്കുക. നെഗറ്റീവായ ഒരു സംഗതി ഒരാൾ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകരുത്. ഒന്നുകിൽ മസ്ലഹത്താക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക, അത് മറ്റുള്ളവരോട് പറയാൻ നിൽക്കരുത്. വഖാലൽ ഖലീൽ ഇബ്നു അഹ്മദ് മൻ നമ്മലക നമ്മ അലൈക, നിന്നോടൊരാള് മറ്റൊരാളെ കുറിച്ച് മോശം പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ കുറിച്ച് ഇതുപോലെ മറ്റൊരാളോട് നിന്നെ കുറിച്ചും പോയി പറയും. വമൻ അഖ്ബറക ബിഖബരി ഗൈരിക്, അഖ്ബറ
വൈറുക ബിഖബരിക, നിന്നോട് വേറൊരാളുടെ വിവരം വന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് നിന്നെക്കുറിച്ചും പോയി പറയും. അതുകൊണ്ട് അങ്ങനെ വന്ന് പറയുന്നവരെടുത്ത് പെട്ടുപോകരുത്, നാളെ നിന്നെക്കുറിച്ചും പറയും. നമ്മളോട് കാര്യമായി മറ്റൊരാളെ കുറിച്ച് വന്ന് പറയും, അപ്പോഴേക്ക് നമ്മൾ പെട്ടാൽ നാളെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോടും ഇതേപോലെ അവർ പറയും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അത്തരം സംസാരങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക എന്നത് നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട നമ്മുടെ ബാധ്യതകളാണ്. ഒമിൻഹ, ഇതേപോലെ ഹക്കുകളിൽപ്പെട്ടതാണ് അല്ലാ യസീദ ഫിൽ ഹജ്രി ലിമൻ യഅരിഫുഹു അലാ സലാസത്തി അയ്യാമിൻ. വല്ല വിഷയത്തിലും പിണങ്ങേണ്ടി വന്നാൽ 3 ദിവസത്തിൽ കൂടുതൽ പരിചയക്കാരോട് പിണങ്ങാതിരിക്കുക. മഹ്മാ ഗളിബ അലൈ, പ്രത്യേകിച്ച് ദേഷ്യം വന്നാൽ 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കരുത്. ഖാല അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹല്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3. 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾ മറ്റൊരാളോട് പിണങ്ങരുത്. യൽതഖിയാനി ഫയുരിദു ഹാദാ വയുരിദു ഹാദാ, പരസ്പരം കണ്ടുമുട്ടിയിട്ട് മുഖം കൊടുക്കാതെ പിരിഞ്ഞു കളയുന്നു. വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം, അവരിൽ ഏറ്റവും നല്ലവനാരാണ്? ആദ്യം സലാം പറഞ്ഞ് മസ്ലഹത്തിന് തയ്യാറാകുന്നവനാണ് ഏറ്റവും നല്ലത്. വഖദ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഖാല മുസ്ലിമൻ അസറതഹു അഖാലഹു അല്ലാഹു യൗമൽ ഖിയാമ. ഒരാള് അയാളുടെ അബദ്ധത്തിന് ഒരു കാരണം പറഞ്ഞ് ഉദ്റ് പറഞ്ഞു വന്നാൽ അത് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ പരലോകത്ത് നമ്മളെ വിഷമം പറയുമ്പോൾ അള്ളാഹു നമ്മളെ സ്വീകരിക്കും. ഖാല ഇക്രിമത്തു റളിയല്ലാഹു അൻഹു ഖാല അല്ലാഹു തആല ലി യൂസുഫ് ഇബ്നു യാഖൂബ്, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ബിഅഫ്വിക അൻ ഇഖ്വതിക റഫഅതു ദിക്റക ഫിദ്ദാറൈൻ, നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട്, ആ ഭരണാധികാരിയായിട്ട് പോലും അവർ നിങ്ങളോട് ക്രൂരത ചെയ്തതിന് മറുപടിയായി അവർക്ക് വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിങ്ങളുടെ പദവി ഉയർത്തിയിരിക്കുന്നു, പ്രശസ്തി ഉയർത്തിയിരിക്കുന്നു. തന്നെ പൊട്ടക്കിണറ്റ് കൊണ്ടുപോയിട്ടു, അതുപോലെ അടിമയാക്കി വിൽക്കാൻ ശ്രമിച്ചു, ഇങ്ങനെ ഒരുപാട് സംഗതിയൊക്കെ ചെയ്തിട്ട് പോലും അതേ സഹോദരങ്ങൾ തന്റെ മുമ്പിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന പശ്ചാത്തലം വന്നിട്ട് പോലും യൂസുഫ് നബി അലൈഹി സ്വലാം പ്രതികാരം ചെയ്തില്ല. قالت عائشة رضي الله عنها من انتقم رسول الله صلى الله عليه وسلم لنفسه قط. നബിതങ്ങൾ ഒരാളോടും നബിതങ്ങളുടെ പേരിൽ ഒരു ശിക്ഷാ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇല്ലാ അൻ തന്തഹിക ഹുർമത്തുല്ലാഹി ഫയന്തഖിമു ലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ ഹുർമത്തിന് വേണ്ടി അല്ലാതെ മതപരമായ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ശിക്ഷാ നടപടികളല്ലാത്ത നബിതങ്ങളുടെ പേരിൽ, നബിതങ്ങൾ ആക്രമിച്ചതിന്റെയോ വിഷയിപ്പിച്ചതിന്റെയോ പേരിൽ ഒരാൾക്കെതിരെയും ഒറ്റ ശിക്ഷയും സ്വീകരിച്ചിട്ടില്ല. وقال ابن عباس رضي الله عنهما ما عفا رجل عن مظلمة إلا زاده الله بها عزا. നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാളും ഒരു അക്രമത്തിന് വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു പ്രതാപം ഇസ്സത്ത് കൊടുത്തിട്ടല്ലാതെ ഇല്ല, ഒരു കൂടുതൽ പ്രതാപം കൊടുക്കും. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നഖസ മാലും മിൻ സദഖത്തിൻ, ഒരു സ്വതക്ക ചെയ്തിട്ട് ഒരിക്കലും സമ്പത്ത് കുറഞ്ഞു പോയിട്ടില്ല. വമാ സാദല്ലാഹു റജുലൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച ചെയ്തിട്ട് പ്രതാപമല്ലാതെ കൂടിയിട്ടില്ല. പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്താൽ ചിലപ്പോഴൊക്കെ തോന്നും ഞാൻ കുറഞ്ഞു പോകുമോ, ഞാൻ പരാജയപ്പെട്ടു പോകുമോ, ഞാൻ വലിയ സാമർത്ഥ്യം ഇല്ലാത്തവരാണെന്ന് മറ്റുള്ളവർ കരുതുമെന്നൊക്കെ തോന്നും. വെറുതെ. വമാ മിൻ അഹദിൻ തവാളഅ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, അള്ളാഹുവിന്റെ പൊരുത്തം കരുതി, അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തി കരുതി ഒരാൾ വിനയം പ്രകടിപ്പിച്ചാൽ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുന്നതാണ്. വമിൻഹ, ഇതേപോലെ ഹക്കിൽപ്പെട്ടതാണ് അൻ യുഹ്സിന ഇലാ കുല്ലി മൻ ഖദറ അലൈഹി മിൻഹും മസ്തത്വാ, ഇങ്ങോട്ട് ഒരാള് എന്തോ ഒരു മോശം ചെയ്തിട്ട് അയാൾക്കെതിരെ നമുക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുമ്പോൾ അദ്ദേഹത്തിന് പിന്നെയും ഗുണം ചെയ്തു കൊടുക്കുക. അങ്ങനെ ഗുണം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഹക്കിൽപ്പെട്ടതാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ലാ യുമയ്യിസു ബൈനൽ അഹ്ലി വഗൈരിൽ അഹ്ലി, അതിനയാൾ അർഹനാണോ അനർഹനാണോ എന്നൊന്നും നോക്കണ്ട. ഒരാൾക്കൊരു ഗുണം ചെയ്യാൻ അയാൾ അതിന് അർഹനാണോ, അയാൾ അതിനൊക്കെ കൊള്ളുന്ന ആളാണോ എന്നൊന്നും നോക്കാതെ ഗുണം ചെയ്യും. റവാ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അൻ അബീഹി
عن جده رضي الله عنه قال قال رسول الله صلى الله عليه وسلم വിധങ്ങൾ പറയാണ് ഇസ്നഇൽ മഅറൂഫ ഫി അഹ്ലിഹി, നീ നല്ല കാര്യങ്ങൾ അതിനർഹതപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കുക. വഫി ഗൈരി അഹ്ലിഹി, അർഹതപ്പെടാത്തവർക്കും ചെയ്തു കൊടുക്കുക. ഫൈൻ അസബ്ത അഹ്ലഹു, ശരിയായ അഹ്ലുകാർക്ക് ചെയ്തു കൊടുത്താൽ ഫഹുവ അഹ്ലുഹു, അത് അവനത് അർഹരാണ്. വഇല്ലം തുസിബ് അഹ്ലഹു, അനർഹർക്കാണ് നീ ചെയ്തു കൊടുത്തതെങ്കിൽ ഫഅൻത മിൻ അഹ്ലിഹി, നീ അത് ചെയ്താൻ അർഹനാണ് എന്ന് പറഞ്ഞാൽ, ഒരു സഹായമൊന്നും അർഹിക്കാത്ത ഒരാളെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നീ മോശമായി പോകൂല, നിന്റെ പദവി കൂടുകയുള്ളൂ, നീ അതിനർഹനായി മാറി. വഅൻഹു ബിഇസ്നാദിഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅസുൽ അഖ്ലി ബഅദദ്ദീനി അത്തവദ്ദുദു ഇലന്നാസ്. ദീനിന് ശേഷം ഒരാൾക്ക് ബുദ്ധിയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണം ദീനുണ്ടാകലാണ്. പിന്നെ ഏറ്റവും വലിയ ലക്ഷണം എന്താണ്? ബുദ്ധിയുള്ളത് എന്നുള്ളതിന്റെ ക്യാപിറ്റൽ എന്താണ്? അത്തവദ്ദുദു ഇലന്നാസ്, ജനങ്ങളോട് സ്നേഹം കാണിക്കുക. വസ്തിനാഉൽ മഅറൂഫി ഇലാ കുല്ലി ബർരിൻ വഫാജിരിൻ, മോശക്കാർക്കും നല്ലവർക്കും ഒക്കെ നല്ലത് ചെയ്തു കൊടുക്കുക. അത് നല്ലവരുടെ ലക്ഷണമാണ്, ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഅഖുദു അഹദുൻ ബിയദിഹി ഫയൻസഉ യദഹു ഹത്താ യകൂന الرجل هو الذي യുർസിലുഹാ. ഒരാൾ വന്ന് കൈ പിടിച്ചാൽ നബിതങ്ങൾ ആ കൈ ഒഴിവാക്കി പോകൂല, അയാൾ കൈ ഒഴിവാക്കാതെ നബിതങ്ങൾ ആ കൈവിട്ട് വിടൂല എന്ന് പറഞ്ഞാൽ, ഒരാൾ വന്നാൽ അയാളെ മടുക്കുന്ന പരിപാടിയില്ല, വന്ന് കൈപിടിച്ചാൽ എങ്ങനെങ്കിലും തെറിപ്പിച്ചു പോകുന്ന പരിപാടിയില്ല, അയാൾ വിട്ടുപോവുക. വലം തക്കുൻ തറാ റുക്ബതഹു ഖാരിജതൻ അൻ റുക്ബതി ജലീസിഹി, ഒരാള് ഇരുന്നാൽ അയാളുടെ മുട്ടിനേക്കാൾ നബിതങ്ങളുടെ മുട്ട് അങ്ങോട്ട് മാറൂല എന്ന് പറഞ്ഞാൽ, അയാൾ ഇരുന്നത് പോലെ വിനയാന്വിതനായി നബിതങ്ങൾ ഇരിക്കും. നബിതങ്ങൾ ഭയങ്കര പവറിൽ ഇരിക്കുക, അയാൾ വളരെ വിനയത്തിലിരിക്കുക, അങ്ങനെ കാണൂല. വലം യകുൻ അഹദുൻ യുകല്ലിമുഹു ഇല്ലാ അഖ്ബല അലൈഹി ബിവജ്ഹിഹി, ഏതൊരാൾ വന്ന് സംസാരിക്കുമ്പോഴും നബിതങ്ങൾ മുഖം കൊടുത്ത് സംസാരിക്കും. ലം യസ്തുമ ലം യൻസ്രിഫുഹു അൻഹു, മുഖം അയാളിൽ നിന്ന് തിരിക്കൂല. ഹത്താ യഫ്റാ മിൻ കലാമിഹി, അയാളെ സംസാരം കഴിയാതെ നബിതങ്ങൾ മുഖം തിരിച്ചു കളയൂല. ഭയങ്കര സ്വഭാവമാണ്, ഏറ്റവും നല്ല സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് മുഖം കൊടുത്ത് സംസാരിക്കുക. പെട്ടതാണ് അല്ലാ യദ്ഖുല അലാ അഹദിൻ മിൻഹും ഇല്ലാ ബിഇദ്നിഹി, ഏതൊരാളടുത്ത് കടന്നു ചെല്ലുമ്പോഴും പെർമിഷനോടെ കടന്നു ചെല്ലുക, സമ്മതമില്ലാതെ ഒരാളടുത്തേക്ക് കടന്നു ചെല്ലാതിരിക്കുക. വല്യസ്തഅ്ദിനു സലാസ, കടന്നു ചെല്ലുമ്പോ 3 വട്ടം സമ്മതം ചോദിക്കണം. വീട്ടിലേക്കാണെങ്കിൽ 3 വട്ടം, വ്യത്യസ്തമായ 3 വട്ടങ്ങളിലായി കോളിംഗ് ബെല്ല് ചെയ്യണം. ഫഇല്ലം യുഅ്ദൻ ലഹു ഇൻസറഫ, സമ്മതം കിട്ടിയിട്ടില്ലെങ്കിൽ പിരിഞ്ഞു പോരണം. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഇസ്തിഅ്ദാനു സലാസുൻ, സമ്മതം ചോദിക്കേണ്ടത് 3 വട്ടമാണ്. ഫൽ ഊലാ യസ്തൻസിതൂൻ, ഒന്നാമത്തത് അവർ ശ്രദ്ധിക്കലാണ്. വസാനിയത്തു യസ്തസ്ലിഹൂൻ, രണ്ടാമത്തത് അവർ ഒരുങ്ങലാണ്. വസാലിസത്തു യഅ്ദനൂന ഔ യറുദ്ദൂൻ, 3-ാം ഘട്ടം വിളിച്ചിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർ നിങ്ങൾക്ക് ഒന്നുകിൽ സമ്മതം തരുന്നു, 3-ാം വട്ടം വിളിക്കുന്ന സമയത്തുള്ള ഓപ്ഷൻ ഒന്നുകിൽ സമ്മതം തരുന്നു അല്ലെങ്കിൽ തിരിച്ചയക്കുന്നു. 3-ാമത്തെ വിളിയിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളെ സ്വീകരിക്കുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചയക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോകണം. അതുപോലെ അടുത്ത ഒന്നാണ് അയ്യുഖാലിഖൽ ജമീഅ, എല്ലാരോടും പെരുമാറുക. ബിഖുലുഖിൻ ഹസനിൻ, നല്ല പെരുമാറ്റം. വയുആമിലുഹും ബിഹസ്ബി ത്വരീഖതിഹി, ഓരോരുത്തരുടെ വഴിയനുസരിച്ച് ഓരോരുത്തരോട് സമീപിക്കണം. ഫഇന്നഹു ഇൻ അറാദ ലിഖാഅൽ ജാഹിലി ബിൽ ഇൽമി, വിവരമില്ലാത്ത ഒരാളോട് ഇൽമുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ശ്രമിച്ചാൽ, വല്ലുമ്മിയ ബിൽ ഫിഖ്ഹി, പഠിച്ചിട്ടില്ലാത്ത ഒരാളോട് ഇൽമിയായ വൈജ്ഞാനികമായ വിഷയങ്ങൾ സംസാരിച്ചാൽ, വൽ അയ്യ ബിൽ ബയാനി, ബുദ്ധിയില്ലാത്ത ഒരാളോട് ഭയങ്കര വിശദീകരണങ്ങൾ സംസാരിച്ചാൽ, അതവരെ ബുദ്ധിമുട്ടിക്കലാണ്. സ്വയം ബുദ്ധിമുട്ടലുമാണ്. ഓരോരുത്തർക്ക് ഖദറിനനുസരിച്ച്, ഓരോരുത്തരുടെ അളവിനനുസരിച്ച് പെരുമാറണം. ബുദ്ധിയില്ലാത്ത ഒരാളോട്, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ഒരാളോട് ഇംഗ്ലീഷ് സംസാരിക്കരുത്. വളരെ സാമർത്ഥ്യം കുറവുള്ള ഒരാളോട് വലിയ ഇന്റലിജന്റ് ലെവൽ, വലിയ
ബുദ്ധിശാലിയായ ഒരാളുടെ സംസാരം സംസാരിക്കരുത്. അതവരെ ബുദ്ധിമുട്ടിക്കലും സ്വയം ബുദ്ധിമുട്ടലുമാണ്. അമിൻഹ, അതുപോലെ അടുത്ത ഒരു കാര്യമാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കുക, കുട്ടികളോട് കരുണ കാണിക്കുക. പ്രായമുള്ളവരോട് മോശമായി പെരുമാറുന്നത് പാടില്ല, കുട്ടികളോട് നിസാരപ്പെടുത്തി പെരുമാറുന്നത് പാടില്ല. ഖാല ജാബിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറനാ വലം യർഹം സഗീറനാ. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും നമ്മളിൽപ്പെട്ടവരല്ല. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമു ദിശൈബത്തിൽ മുസ്ലിം. അള്ളാഹു ബഹുമാനിച്ചതിൽപ്പെട്ടതാണ് ഒരു പ്രായമുള്ള നരവന്ന ഒരാളെ ബഹുമാനിക്കൽ. അള്ളാഹുവിനെ ബഹുമാനിക്കലാണ്, അള്ളാഹുവിനോടുള്ള ബഹുമാനമാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കൽ. വമിൻ തമാമി തൗഖീരിൽ മശായിഖി, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ് അല്ലാ യതകല്ലമ ബൈന ഐദീഹിം ഇല്ലാ ബിൽഇദ്നി, ഒരു സമ്മതം ചോദിച്ചിട്ടേ അവരോട് സംസാരിക്കാവൂ, അല്ലാതെ നേരെ ചെന്ന് സംസാരിക്കരുത്. وقال جابر رضي الله عنه قدم وفد جهينة على النبي صلى الله عليه وسلم. വഫ്ദ് ജുഹൈന സംഘം വന്നപ്പോ ഫഖാമ ഗുലാമുൻ ലിയതകല്ലമ, ഒരു ചെറിയ കുട്ടി ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് സംസാരിക്കാൻ വന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫഅൈനൽ കബീർ, മുതിർന്നവർ സംസാരിക്കട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞു. വഫിൽ ഖബരി മാ വഖറ ശാബ്ബുൻ ശൈഖൻ, ഒരു യുവാവ് ഒരു പ്രായമുള്ള ഒരാളെ ബഹുമാനിച്ചാൽ ഇല്ലാ ഖയ്യദല്ലാഹു ലഹു ഫീ സിന്നിഹി മൻ യുവഖിറുഹു, അയാളുടെ പ്രായത്തിൽ അയാളുടെ വാർദ്ധക്യത്തിൽ അയാളെ ബഹുമാനിക്കാൻ അള്ളാഹു ആളെ ഏൽപ്പിക്കുന്നതാണ്. വഹാദിഹി ബിശാറത്തുൻ, ഇതൊരു സൂചന കൂടിയാണ്. ബിദവാമിൽ ഹയാത്തി, അയാൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്ന ഒരു സൂചനയാണ്. ഫല്യതനബ്ബഹ് ലഹാ, അത് ഒരാൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, ശ്രദ്ധിക്കട്ടെ. ഫലാ യുവഫഖു ലിതൗഖീരിൽ മശായിഖി, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ തൗഫീഖ് ഇല്ലാ മൻ ഖദല്ലാഹു ലഹു ബിതൂലിൽ ഉംദി, ദീർഘായുസുള്ളവർക്ക് മാത്രമുള്ള തൗഫീഖാണത്. അപ്പൊ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു യുവാവ് ബഹുമാനിക്കുന്നത് പ്രായമാകാൻ വാർദ്ധക്യമുണ്ടാകാനും ആ വാർദ്ധക്യത്തിൽ ഇയാളെ സഹായിക്കാൻ മറ്റുള്ളവരുണ്ടാകാനുള്ള ചാൻസ് ആണത്. وقال صلى الله عليه وسلم لا تقوم الساعة حتى يكون الولد غيضا. ഖിയാമത്ത് നാളെടുക്കുന്ന സമയത്ത് കുട്ടികൾ വല്ലാതെ പ്രകോപിതരാകും. വൽ മതറു ഖൈള, മഴ വല്ലാതെ കുറഞ്ഞു പോകും. വതഫീദുൽ ലിയാമു, ആക്ഷേപ സ്വരങ്ങൾ വല്ലാതെ വർദ്ധിക്കും. വതഫീദുൽ ലിയാമു ഫൈള, ആക്ഷേപങ്ങൾ വല്ലാതെ വർദ്ധിക്കും, തെറി പറയൽ, ആക്ഷേപിക്കൽ. വതഗീദുൽ കിറാമു ഗൈള, ബഹുമാന്യര് വല്ലാതെ നിസാരപ്പെടുത്തപ്പെടും. വയജ്തരി ഉസ്സഗീറു വലൽ കബീരി, പ്രായം കുറഞ്ഞവർ പ്രായമുള്ളവരോട് മോശമായി പെരുമാറും. വല്ലഈമു അലൽ കരീമി, വളരെ സമൂഹത്തിൽ അധോഗതിയിലുള്ളവർ ഉയർന്ന നിലവാരത്തിലുള്ളവരോട് മോശമായി പെരുമാറും. വത്തലത്തുഫു ബിസ്സുബിയാനി, കുട്ടികളോട് മയത്തിൽ പെരുമാറുന്നത് മിൻ ആദത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ പതിവാണത്. കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ദമു മിനസ് സഫരി ഫയതലഖാഹു സുബിയാനു, ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ കുട്ടികൾ വന്ന് നബിതങ്ങളെ കണ്ടുമുട്ടും. ഫയഖിഫു അലൈഹിം, നബിതങ്ങൾ അവരെടുക്ക പോയി നിന്നുകൊടുക്കും. തുമ്മ യഅ്മുറു ബിഹിം, എന്നിട്ട് നബിതങ്ങൾക്ക് അവർക്ക് ആവശ്യമായ സമയം അവരെ കൂടെ നിന്നുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നബിതങ്ങൾ പറയും ഫയർഫഊന ഇലൈഹി, അവര് അതാ ഫയർഫഊന ഇലൈഹി ഫയർഫഉ മിൻഹും ബൈന യദൈഹി വമൻ ഖൽഫഹു വയഅ്മുറു അസ്ഹാബഹു വയഹ്മിലു ബഅദഹും, കുറച്ചാള് മുന്നിൽ, കുറച്ചാള് ബേക്കിൽ, കുറച്ചാള് അങ്ങനെ ഓരോ ഭാഗത്തായി അവരിങ്ങനെ കളിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യും. ഫറുബ്ബമാ തഫാഖറ സുബിയാനു സുമ്മ യഅ്മുറു ബിഹിം, പിന്നെ നബിതങ്ങൾ പറയും, നിർദ്ദേശിക്കും. ആ നിർദ്ദേശപ്രകാരം ഫയർഫഊന ഇലൈഹി, ചിലരെ എടുത്തു കൊടുക്കും. ഫയർഫഉ മിൻഹും ബൈന യദൈഹി, ചിലരെ മുമ്പിൽ വെക്കും. വമൻ ഖൽഫഹു, വമിൻ ഖൽഫിഹി, ചിലരെ പിന്നിൽ വെക്കും. വയഅ്മുറു അസ്ഹാബഹു യഹ്മിലു ബഅദഹും, ചിലരെയൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറയും. ഫറുബ്ബമാ തഫാഖറ സുബിയാനു, കുട്ടികൾ പരസ്പരം പവർ പറയും. അമറ
ബഅദ ദാലിക ഇതിന് ശേഷം ഫയഖൂലു ബഅദുഹും ലിബഅദിൻ അവർ പരസ്പരം പറയാണ് ഹമലനി റസൂലുള്ളാഹി ബൈന യദൈഹി നബി തങ്ങൾ എന്നെ മുന്നിൽ വെച്ചിട്ടുണ്ട്, ഹമലക അൻത വറാഹു നിന്നെ പിന്നിലാ വെച്ചത് എന്നവർ പരസ്പരം അഭിമാനം ചിലരോട് പരസ്പരം പറയും. വയഖൂലു ബഅദുഹും ചിലർ പറയും അമറ അസ്ഹാബഹു അൻ യഹ്മിലൂക വറാഅഹും നബി തങ്ങളെ സ്വഹാബത്തിനോട് നിന്നെ പിന്നിൽ വെക്കാൻ പറഞ്ഞതാണ്. വകാന യുഅ്താ ബിസ്സബിയ്യി സ്വഗീർ ഈ രീതിയിൽ നബി തങ്ങൾ കുട്ടികളുടെ ഇടയിൽ നിന്നു കൊടുക്കും. വകാന യുഅ്താ ബിസ്സബിയ്യി സ്വഗീർ ചെറിയ കുട്ടികളെ ചിലപ്പോഴൊക്കെ കൊണ്ടുവരും. ലിയദ്ഉ ലഹു ബിൽ ബറക്കത്തി വലിയുസമ്മിയഹു ബറക്കത്തിന് ദുആ ചെയ്തു കൊടുക്കാനും പേരിടാനും. ഫയഖുദുഹു നബി തങ്ങൾ ആ കുട്ടിയെ എടുത്തിട്ട് ഫയദഉഹു ഫീ ഹിജ്രിഹി നബി തങ്ങളെ മടിയിൽ ഇരുത്തും. ഫറുബ്ബമാ ബാല സ്വബിയു ചിലപ്പോഴൊക്കെ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ ഫയസ്വീഹു ബിഹി ബഅദു മൻ യറാഹു കാണുന്നവർ അട്ടഹസിക്കും, കാണുന്നവർ ബേജാറ് പറയും. ഫയഖൂലു നബി തങ്ങൾ മറുപടി ലാ തസ്റമു സ്വബിയ ബിവലഹിൻ കുട്ടികളെ തീരെ ഒരു മോശക്കാരായി നിങ്ങൾ ആക്ഷേപിക്കരുത്. ഫയദഉഹു ഹത്താ യഖ്ദിയ ബിവലഹിൻ അവസാനം കുട്ടികൾ മോശക്കാരായി മാറിപ്പോകും. സുമ്മ യഫ്റഉ മിൻ ദുആഇഹി ലഹു വതസ്മിയതിഹി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുട്ടികളെ തിരിച്ചു കൊടുക്കുകയുള്ളൂ. മൂത്രമൊഴിച്ചതിന്റെ പേരിൽ പെട്ടെന്ന് തിരിച്ചു കൊടുക്കൂല. വയുബല്ലിഗു സുറൂറ അഹ്ലിഹി ഫീഹി അവർക്ക് അത് സന്തോഷം അവരെ സന്തോഷിപ്പിക്കും. ലിഅല്ലാ യറൗ അന്നഹു തഅദ്ദാ ബിബൗലിഹി നബി തങ്ങൾക്ക് മൂത്രമൊഴിച്ചത് വിഷമമായിട്ടുണ്ട് എന്ന് തോന്നാതിരിക്കാൻ, അവർക്ക് അങ്ങനെ മനസ്സിലാകാതിരിക്കാൻ നബി തങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വസ്ത്രം കഴുകുള്ളൂ, അവരെ സാന്നിധ്യത്തിൽ വെച്ച് വസ്ത്രം കഴുകില്ല. അപ്പൊ ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതെന്തിന്റെ ഭാഗമാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരസ്പരമുള്ള പെരുമാറ്റത്തിന്റെ ശൈലിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല സമീപന രീതികൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഹാപ്പി സോണിന്റെ ധാരാളം വ്യത്യസ്തമായ സംരംഭങ്ങൾ, അത് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതുപോലെ സ്ഥാപനങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസൾട്ടൻസി തുടങ്ങിയ പ്രോഗ്രാമുകൾ, നിരവധി പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. മുദ്ര തെറാപ്പി പോലെയുള്ള ചികിത്സാ മെത്തേഡുകൾ, ഇത്തരം ക്ലാസ്സുകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അത്തരം ക്ലാസ്സുകളും പ്രോഗ്രാമുകളും ഒക്കെ നിങ്ങളിലേക്ക് ഹാപ്പി സോണിന്റെ ടീമിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നല്ലതിന്റെ പ്രചാരകരാകാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ, നല്ല വിശ്വാസികളിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.